നമസ്കാരം. മലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോപ്പ ഡെൽ റേ എൽ ക്ലാസിക്കോ ഫൈനൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ആ ഒരു ഫൈനലിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 3-4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മത്സരത്തിന് മുമ്പ് നമുക്കറിയാം വലിയൊരു കോൺട്രവേഴ്സി റയലിൻ്റെ സൈഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. റെഫറി ആയിട്ടുള്ള ദേ ബോർഗോസിനെ ഈ മാച്ച് ഒഫീഷ്യേറ്റ് ചെയ്യാൻ അനുവദിക്കരുത് എന്നൊരു റിക്വസ്റ്റ് റയലിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. പുള്ളി പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തി അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ റയലിൻ്റെ റിക്വസ്റ്റ് കൊണ്ട് മാത്രം ഈ ചേഞ്ച് വരുത്താനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. അവരാണെങ്കിൽ പ്രസ് കോൺഫറൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് വളരെ ഓപ്പണായിട്ടുള്ള പ്രതിഷേധമൊക്കെ റയലിൻ്റെ സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 3-4 കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ 3-4 മാച്ചിൻ്റെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ബാഴ്സ റയലിനെ പഞ്ഞിക്കിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം 5-2, 4-0 ബാഴ്സലോണ റയലിനെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എൽ ക്ലാസിക്കോയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ കാണാറുണ്ട്. ഇന്നും അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, റയലിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പരാജയം തന്നെയാണ്. ആർസനലിനെതിരെ 2 ലെഗിലുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. അൻസലോട്ടിക്കെതിരെ പരസ്യമായി രഹസ്യമായിട്ട് ഒരുപാട് വിവാദങ്ങളും പുള്ളിയെ പുറത്താക്കണം എന്നുള്ള ആരോപണമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരം കൂടി തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസലോട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് തീരുമാനമാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് മാത്രമല്ല, റയലിൻ്റെ ഒഫൻസീവ് നേരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബാപ്പെ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ അടങ്ങുന്ന ആ ഒരു ഫ്രണ്ട് 3 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പലപ്പോഴും പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ആർസനലുമായിട്ടുള്ള 2ാമത്തെ ലെഗിൽ എംബാപ്പയുടെ സൈഡിൽ നിന്ന് ഒരു കംബാക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അത് നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഡിഫൻസിൽ ചില പോരായ്മകൾ നമ്മൾ കാണാറുണ്ട്. എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഡിഫൻസിൽ വരുന്നില്ല, ഗോൾ ലീക്ക് ചെയ്യുന്നു. പല ആൾക്കാരും ഫിറ്റല്ല എന്നുള്ള പ്രശ്നവും റയലിൻ്റെ സൈഡിൽ നിന്നുണ്ട്. എന്നാൽ ബാഴ്സലോണ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിൽ നല്ല ഫോമിലാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഈസ്റ്റർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഹാൻസി ഫ്ലിക്ക് ഒരു കംബാക്ക് കോൺഫിഡൻസൊക്കെ റീസെൻറ്റ് മാച്ചുകൾക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ പെർഫോമൻസുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ റഫീനിയയുടെ കാര്യമായാലും യമാലിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയുന്നുണ്ട്. 2 പേരും നല്ല ഫോമിലാണ് കളിക്കുന്നത്. ലെവൻഡോസ്കി സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വെച്ച് നോക്കിയാലും എനിക്ക് തോന്നുന്നു ബാഴ്സലോണയ്ക്ക് ചെറിയൊരു എഡ്ജ് മത്സരത്തിലുണ്ട്. എന്നാൽ നമുക്കൊരിക്കലും റയലിനെ ഇതുപോലുള്ള ഫൈനലിൽ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒഫൻസീവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് 3 ആയിട്ടായിരിക്കുമോ അൻസലോട്ടി ഇറങ്ങാൻ പോകുന്നത്? പിന്നെ ആഡ്രി ഗുള്ളറുടെ കാര്യം, പുള്ളിക്ക് ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ എത്രയാണ്? ഡിഫൻസിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്താൻ സാധ്യതയുണ്ട്? ഈ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ മത്സരത്തിന് ശേഷം നമുക്കൊരു ഡിസ്കഷൻ പ്ലാൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ ഫോർ നൗ.